നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വനം മന്ത്രി എ കെ ശശീന്ദ്രന് നേരെ കരിങ്കൊടി. പ്രവാസി പുനരധിവാസ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്ന് കേരള പ്രവാസി സംഘം. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 20-ന് കോഴിക്കോട് എത്തിച്ചേരുമെന്ന് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ. രാജ്യം സ്വാതന്ത്ര്യം നേടി 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുകയാണെന്ന് SDPI. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി നടന്നു. ഫാദർ തോമസ് തുണ്ടത്തിൽ വചന സന്ദേശം നൽകി. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വനം മന്ത്രി എ കെ ശശീന്ദ്രന് നേരെ കരിങ്കൊടി. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസി പുനരധിവാസ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്ന് കേരള പ്രവാസി സംഘം. നീതീകരണമില്ലാതെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനയുടെ 20ാം വാർഷിക പരിപാടികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പ്രവാസികൾക്ക് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ, ആ പദ്ധതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഫലപ്രദമായിട്ട് നടത്താൻ ഞങ്ങൾ സംഘടന കഴിഞ്ഞിട്ടുണ്ട്. ഇതേ നഗരത്തിൽ വെച്ചാണ് പ്രവാസി സംഘം രൂപീകരിക്കപ്പെട്ടത്. ശ്രീ കെ നായനാരാണ് അന്ന് അതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അതേ നഗരത്തിൽ വീണ്ടും പ്രവാസ പോരാട്ടത്തിന്റെ 2 പതിറ്റാണ്ടുകൾ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് എനിക്കതിയായ സന്തോഷമുണ്ട്. കേരള പ്രവാസി സംഘം 20ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രവാസ പോരാട്ടത്തിന്റെ 2 പതിറ്റാണ്ടുകൾ എന്ന പരിപാടി ഫെബ്രുവരി 18-ന് ഞായറാഴ്ച വൈകിട്ട് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ P. ലില്ലീസ് അധ്യക്ഷനാകും. ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സംഘടനയുടെ നയപ്രഖ്യാപനം നടത്തും. ഗുരുവായൂർ മാക് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന സംഗീത നിശയും അരങ്ങേറുമെന്ന് പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ട്രഷറർ ബാദുഷാ കടലുണ്ടി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CB ഇക്ബാൽ, പ്രസിഡന്റ് K. സജീവ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യം സ്വാതന്ത്ര്യം നേടി 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുകയാണെന്ന് SDPI. സംഘടനയുടെ ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി 19-ന് കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 14-ാം തീയതി കാസർഗോഡ് നിന്ന് തുടങ്ങി മാർച്ച് 1-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രൂപത്തിൽ ഒരു ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലുന്നയിക്കുന്ന ആവശ്യം രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 75 വർഷങ്ങൾ കഴിയുമ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന ഉറപ്പുകൾ, രാജ്യത്തിന്റെ സംവിധാനം എങ്ങനെയായിരിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ആ ഭരണഘടനാ മൂല്യങ്ങളിലേക്ക് അതൊരു വളർച്ചയാണോ, ഒരു പോക്കാണോ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടായിരിക്കെ തന്നെ അത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ടത്. നമ്മുടെ രാജ്യത്തുള്ള ഭരണഘടന ഇത്രയും നല്ലൊരു ഭരണഘടന, അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളല്ല രാജ്യം ഭരിക്കുന്നത് എങ്കിൽ ഭരണഘടന ഉണ്ടായിരിക്കെ തന്നെ അതവിടെ കൃത്യമായിട്ട് അങ്ങനെ കിടക്കും. പക്ഷെ അതിനനുസരിച്ചായിരിക്കില്ല നമ്മുടെ രാജ്യം ഭരിക്കപ്പെടുക. അതാണ് നിലവിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം അത് കയ്യേറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 20-ന് കോഴിക്കോട് എത്തിച്ചേരുമെന്ന് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കേരളത്തിന്റെ പൊതുബോധം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് BJPയെ വിമർശിക്കുന്നവർ മനസ്സിലാക്കണമെന്നും VK സജീവൻ പറഞ്ഞു. ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി മാസം 20-ാം തീയതി കോഴിക്കോട് എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ മോദി ഗവൺമെന്റ് കേരളത്തിലായി ചെയ്തിട്ടുള്ള പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള പദയാത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമൊക്കെ പതിവ് രീതിയിൽ കേരളത്തിലെ ചില ശക്തികൾ ഇത് കേരളമാണ്, കേരളത്തിന്റെ പൊതുബോധം ഇതിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പതിവ് പരിപാടികൾ, കലാപരിപാടികളുമായിട്ടൊക്കെ ഇറങ്ങി. പക്ഷെ കേരളത്തിന്റെ പൊതുബോധം മാറുന്നു എന്നുള്ളതാണ് ചില സംഭവങ്ങളിലൂടെ ഇപ്പോ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. പൊതുബോധം പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കീഴൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മില്ലറ്റ് ബുക്കുകൾ നൽകി. കുട്ടികൾക്ക് ചെറുധാന്യങ്ങളെക്കുറിച്ച് അവബോധം നൽകാനായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഷക്കീർ പുത്തൻപുരയിലാണ് സ്കൂൾ ലൈബ്രറിയിലേക്കും ക്ലാസ് റൂം ലൈബ്രറികളിലേക്കും ബുക്കുകൾ നൽകി മാതൃകയായത്. കീഴൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മില്ലറ്റ് അവബോധം നൽകാൻ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മില്ലറ്റ് ബുക്കുകൾ നൽകി. കീഴൽ UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഷക്കീർ പുത്തൻപുരയിലാണ് സ്കൂൾ ലൈബ്രറിയിലേക്കും മുഴുവൻ ക്ലാസ് റൂം ലൈബ്രറികളിലേക്കും മില്ലറ്റ് ബുക്കുകൾ സംഭാവന ചെയ്തത്. പുസ്തകങ്ങൾ സംഭാവന ചെയ്ത പ്രവാസിയായ പൂർവ്വ വിദ്യാർത്ഥി ഷക്കീറിന്റെ മകളും സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ സജ ഷെറീൻ പുസ്തകങ്ങൾ കൈമാറി. സ്കൂൾ ലീഡർ ആലാപ് ജീവൻ ഏറ്റുവാങ്ങി. പരിപാടി വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബിജുള ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഉണ്ടാകുന്ന നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് മണ്ണിൽ ഉത്പാദിപ്പിച്ചെടുക്കാനുള്ള എല്ലാ സമ്പുഷ്ടതയും നമ്മുടെ മണ്ണിലുണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് കുട്ടികളിൽ നിന്ന് തുടങ്ങാം. മില്ലറ്റ് പ്രചാരകൻ വടേക്കണ്ടി നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മറ്റൊന്ന്, നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പ്രീപ്രൈമറിയിലുള്ള കുട്ടികൾക്കും 1ലും 2ലും 3ലും ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ വായിച്ചു കൊടുക്കുക. അവരെയും പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്ത് അവർക്കും അവരുടെ രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി. ഹെഡ് മിസ്റ്റേഴ്സ് KS ജയന്തി അധ്യക്ഷയായിരുന്നു. P പ്രവീൺ,
കെ ശ്രീജൻ, പി രമേശ്, പി എൻ അർജുൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. പശുക്കളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി മികച്ച പാലുൽപാദനം ഉറപ്പാക്കാൻ കൗ കെയർ എന്ന പുതിയ ഉൽപ്പന്നവുമായി മിൽമ ചെയർമാനും MRDF മാനേജിംഗ് ട്രസ്റ്റിയുമായ KS മണി വിപണനോദ്ഘാടനം നിർവഹിച്ചു. മലബാർ മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ MRDF ആണ് കൗ കെയർ പുറത്തിറക്കുന്നത്. പശുക്കളിൽ കണ്ടുവരുന്ന ആമാശയത്തിലെ ലക്ഷണരഹിത അമ്ലത്വത്തെ നിയന്ത്രിച്ച് നിർത്താൻ കൗ കെയറിന്റെ ഉപയോഗം വഴി സാധിക്കും. ആമാശയത്തിലെ അമ്ലത്വം ദിവസങ്ങളോളം തുടർന്നാൽ ദഹനക്കേട്, കുളമ്പുകളുടെ ബലക്ഷയം, പ്രതിരോധശേഷി കുറവ്, തീറ്റ എടുക്കുന്നതിനുള്ള മടി എന്നീ അസുഖങ്ങളിലേക്ക് കന്നുകാലികളെ നയിക്കും. ഇതിൽ നിന്നൊഴിവാക്കി കറവമാടുകളുടെ ആരോഗ്യം ഉറപ്പാക്കി പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ കൗ കെയറിന്റെ ഉപയോഗം വഴി സാധിക്കും. 10 ലിറ്ററിൽ കൂടുതൽ പാൽ ലഭിക്കുന്ന കറവ മാടുകൾക്ക് 25 ഗ്രാം വീതം കൗ കെയർ ദിവസം 2 നേരം തീറ്റയോടൊപ്പം ചേർത്ത് നൽകണം. ക്ഷീരകർഷകർക്ക് ക്ഷീരോത്പാദനം ലാഭകരമാക്കുന്നതിൻ്റെ ഭാഗമായി മലബാർ മേഖലാ യൂണിയൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷീരകർഷകർക്ക് ആവശ്യമുള്ള തീറ്റ വസ്തുക്കൾ സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇവരുടെ മൃഗചികിത്സാ ചിലവ് കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ക്ഷീര സംഘങ്ങൾ വഴിയും മിൽമ P&I യൂണിറ്റുകൾ, MRDF ഓഫീസുകൾ വഴിയും കൗ കെയർ ലഭ്യമാണ്. MRDF ഓഫീസിൽ നടന്ന ചടങ്ങിൽ മിൽമ ചെയർമാനും MRDF മാനേജിംഗ് ട്രസ്റ്റിയുമായ KS മണി വിപണനോദ്ഘാടനം നിർവഹിച്ചു. മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ്, MRDF CEO ജോർജ് കുട്ടി ജേക്കബ്, ക്ഷീരസംഘം പ്രസിഡന്റുമാർ, ക്ഷീര കർഷകർ, മിൽമ, MRDF ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ കുടുംബ സംഗമം ഫെബ്രുവരി 20-ന് സിറ്റി ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. MK രാഘവൻ MP, അഹമ്മദ് ദേവർകോവിൽ MLA എന്നിവർ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി കാറ്ററിംഗ് മേഖലയിൽ അവരുമായി സഹകരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളൊരു സ്റ്റാർട്ടേഴ്സ് ആൻഡ് സലാഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ വെന്യൂ വരുന്നത് സിറ്റി ഹൗസ് ആണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട് MP രാഘവേട്ടൻ ആ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉള്ള കാറ്ററിംഗ് സംരംഭകരിൽ വനിതകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു വർധന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നല്ല പഠനം കാഴ്ചവെക്കുന്ന ഒരുപാട് വനിതകൾക്ക് നമ്മുടെ മികച്ച ഒരുപാട് കാറ്ററിംഗ് സ്ഥാപനങ്ങളുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ല. അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഇതിലൂടെ ഞങ്ങൾ ഒരുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി നടന്നു. ഫാദർ തോമസ് തുണ്ടത്തിൽ വചന സന്ദേശം നൽകി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. താമരശ്ശേരി അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ നിന്നും രാവിലെ 9 മണിക്ക് ഗത്സമേൻ ഷ്രൈൻ ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ വചന സന്ദേശം നൽകി
വിശ്വാസികൾക്ക് കുരിശുകൾ ആശീർവദിച്ചു കൊടുത്ത് പീഡാനുഭവ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പരിഹാര യാത്രയ്ക്ക് ജനറൽ കൺവീനർ ജോസ് അഗസ്റ്റിൻ കീപ്പുറം പാല, കൺവീനർമാരായ സിസ്റ്റർ ജീന, ടിൻഡു അബി കോഴിക്കോട്, റജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചുറ്റും തിരിഞ്ഞു പ്രതിബന്ധങ്ങളും തടസ്സങ്ങൾ നീക്കുകയും അവിടുത്തെ കഴിവ് വിശദീകരിക്കുകയും ചെയ്യണമേ. 2 മണിക്ക് ലക്കിടി മൗണ്ട് സീനായി ദേവാലയത്തിൽ എത്തിച്ചേർന്ന കുരിശിന്റെ വഴിക്ക് ശേഷം ദിവ്യബലിയും നേർച്ച ഭക്ഷണവും ഉണ്ടായിരുന്നു. വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും അടിവാരം ഗത്സമേൻ ഗ്രോട്ടോയിൽ നിന്നും രാവിലെ 9 മണിക്ക് കുരിശിന്റെ വഴി ഉണ്ടായിരിക്കുമെന്ന് ഡയറക്ടർ ഫാദർ തോമസ് തുണ്ടത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. പെരുവയൽ സൂപ്പർ ഫുട്ബോൾ ലീഗ് മാമാങ്കത്തിന് തുടക്കമായി. കുന്നമംഗലം MLA അഡ്വക്കേറ്റ് PT റഹീം ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയ്ക്ക് ആവേശം പകരുന്ന മത്സരങ്ങളാണ് നടന്നത്. ഈ ടൂർണമെന്റിന്റെ ആദ്യ മത്സരത്തിൽ ബാറ്റ്മാൻ ടീം അരീക്കൽ പ്രദേശം തമ്മിൽ ഈ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ്. പെരുവയലിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക താരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് PK ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കുന്നമംഗലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് PT റഹീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വർത്തമാന കാലഘട്ടത്തിൽ കായിക രംഗത്ത് നല്ല ശ്രദ്ധ പതിപ്പിക്കേണ്ട അവസരമാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ PT റഹീം MLA അഭിപ്രായപ്പെട്ടു. തീർച്ചയായിട്ടും വർത്തമാന കാലഘട്ടത്തിൽ കായിക രംഗത്ത് നല്ല ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു അവസരമാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കുറെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ കഴിഞ്ഞു പോയ 2-3 വർഷം, അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള മാമാങ്കങ്ങളിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഇത് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ PSL സൂപ്പർ കപ്പിന് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുന്നമംഗലം നിയോജക മണ്ഡലം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രവികുമാർ പനോളി അധ്യക്ഷനായിരുന്നു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗം ഉനൈസ് അരീക്കൽ, ഷാജു പുനത്തിൽ, അനൂപ് PG, PK ഗ്രൂപ്പ് കോർഡിനേറ്റർ ഷഹീദ് പുളിക്കൽ, ജോസ് MT തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഇനം ക്ലബ്ബുകളെ കോർത്തിണക്കിക്കൊണ്ട് യുവതലമുറയിലെ കായിക താരങ്ങൾക്ക് ആവേശം പകരുന്ന രീതിയിലായിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സലീം കരിമ്പാല, ജയേഷ് ഇളവന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മാവൂർ. ഇന്ത്യൻ കോട്ടൺ ആൻഡ് സിൽക്സ് ലോഗ് ഉത്സവ് കോഴിക്കോട് CSI ഹാളിൽ തുടരുന്നു. ഉപഭോക്താക്കൾക്കായി വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും കമനീയ ശേഖരവുമായി നടക്കുന്ന പ്രദർശന വിപണന മേള ഫെബ്രുവരി 21 വരെ നീട്ടി. രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കൈത്തറി കരകൗശല വസ്തുക്കളുടെയും ആഭരണങ്ങളുടെയും പെയിന്റിങ്ങുകളുടെയും പ്രദർശനവും വിൽപ്പനയുമാണ് CSI ഹാളിൽ നടക്കുന്നത്. പരമ്പരാഗത കൈത്തറി ബെഡ്ഷീറ്റുകൾ, രാജസ്ഥാനിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുമുള്ള സാരികൾ, മധ്യപ്രദേശിലെ സിൽക്ക് ചന്ദേരി സാരികൾ, ലക്നൌ ചിക്കൻ മെറ്റീരിയലുകൾ, കാശ്മീർ കുർത്തികൾ എന്നിവയുടെ ആകർഷകമായ ശേഖരം ഇന്ത്യൻ കോട്ടൺ ആൻഡ് സിൽക്ക് ലോഗ് ഉത്സവ് മേളയിലുണ്ട്. आप लोग को इंडियन कॉटन सिल्क में आपका सबका स्वागत है। यहाँ आपको जो भी चाहिए राजस्थान जाके कोलकाता जाके लेने का ज़रूरत नहीं है। आपको हर चीज़ यहाँ सस्ते में मिलता है, कोई प्रॉब्लम नहीं है। राजस्थान बेडशीट, जयपुरी ज्वेलरीज, काश्मीरी कारपेट्स और हो गया बहुत चीज़ आपको इधर देखने को मिलता है। आप इधर CSI हॉल में आइए, बैंक रोड, नियर बैंक रोड में आप सभी का स्वागत है। आपको 20% डिस्काउंट भी मिलेगा इधर। സൂട്ടുകൾ, പഷ്മിന ഷോളുകൾ, പോച്ചമ്പള്ളി ഡിസൈൻ വസ്ത്രങ്ങൾ, കലംകാരി ബനാറസ് തുണിത്തരങ്ങൾ എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്.
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പരമ്പരാഗത പുരാതന ആഭരണങ്ങളാണ് മേളയിലെ മറ്റൊരു ആകർഷണം. കരകൗശല വസ്തുക്കൾ കൂടാതെ ഔട്ട്ഡോർ ചെടികളും ഫലവൃക്ഷ തൈകളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കൈത്തറികൾക്ക് 20% കിഴിവും കരകൗശല വസ്തുക്കൾക്ക് 10% കിഴിവും ലഭിക്കും. CSI ഹാളിൽ തുടരുന്ന മേള ഫെബ്രുവരി 21 വരെ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നാഷണൽ NGO കോൺഫെഡറേഷൻ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വുമൺസ് ഓൺ വീൽസ് പദ്ധതിയിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ഹോണ്ട ആക്ടിവ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 50% സബ്സിഡിയോടെ നൽകുന്ന വാഹനങ്ങളുടെ താക്കോൽ കോഴിക്കോട് നിക്കോയ് ഹോണ്ട ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ കൌൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം കൈമാറി. ചടങ്ങിൽ നിക്കോയ് ഹോണ്ട പാർട്ണർമാരായ റിനു ഹൈദർ, നൌഫൽ, സെയിൽസ് മാനേജർ EK സുർജിത്ത്, കോട്ടൂർ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രൊജക്ട് കോർഡിനേറ്റർ ഷീന എന്നിവരും പങ്കെടുത്തു. ആലപ്പുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമശ്രീ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സമശ്രീ സാഹിത്യ പുരസ്കാരം കോഴിക്കോട് ചേവായൂർ സ്വദേശി സുദീപ് തെക്കേപ്പാട്ടിന്. സുദീപ് തെക്കേപ്പാട്ടിന്റെ ബാലസാഹിത്യ കൃതിയായ ഭൂതത്താൻ കുന്നിലെ ഇത്താപ്പിക്കാണ് പുരസ്കാരം. 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 18 ആലപ്പുഴ YMCA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി P. പ്രസാദ് സമ്മാനിക്കും. സർഗോത്സവം 2024 പരിപാടികളുടെ ഭാഗമായാണ് സമശ്രീ മിഷൻ സംസ്ഥാന തലത്തിൽ അവാർഡ് ഏർപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വനമന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കൊടി. പ്രവാസി പുനരധിവാസ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്ന് കേരള പ്രവാസി സംഘം. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 20 കോഴിക്കോട് എത്തിച്ചേരുമെന്ന് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. രാജ്യം സ്വാതന്ത്ര്യം നേടി 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുകയാണെന്ന് SDPI. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി നടന്നു. ഫാദർ തോമസ് തുണ്ടത്തിൽ വചന സന്ദേശം നൽകി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.